വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ശ്രേഷ്ഠന്മാർ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നെന്ന് ഈശോ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസിക്കാൻ തുടങ്ങി. ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. നീ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടേതാണ്. ഈശോ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കാരണം ഒരുവൻ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും? വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. ഈശോ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മിക്കവരും നാട്ടിലെ വാർത്തകൾ കേൾക്കുന്നതിൽ തൽപരരാണ്. ഇപ്പോഴത്തെ നാട്ടിലെ വാർത്തകൾ ചൂടുപിടിച്ച് നിൽക്കുന്നത് ഇലക്ഷൻ്റെതാണ്. നമുക്കറിയാം, എല്ലാ പാർട്ടികളും പറയുക, ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഈ നിയോജകമണ്ഡലം എല്ലാം ഭംഗിയാക്കി തരും, ഈ സംസ്ഥാനം വളരെ മൊഴിയാകും, ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അങ്ങനെ ഭൗതികമായ നേതാക്കന്മാർ ധാരാളം വാഗ്ദാനങ്ങൾ ഈ ലോകത്തിൽ നൽകുകയാറുണ്ട്. എന്നാൽ ഈശോ പറയുക, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അതിന് ഈശോ തന്നെ ആദ്യം മാതൃക പറയുകയാണ്, താൻ എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലം കേസറിയ ഫിലിപ്പി പ്രദേശത്താണ്. അവിടെ വിഗ്രഹാരാധനയും വിദ്യാർത്ഥികളുടേതുമായ ആസ്ഥാനമാണ്. അവിടെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ ഫീഡ്ബാക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴും ഈശോ തൃപ്തനല്ല. അപ്പോഴാണ്, നിങ്ങൾ എന്താണ്, കാരണം നിങ്ങളാണല്ലോ കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ കൂടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ പത്രോസാണ് പറയുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാകുന്നു, അഥവാ രക്ഷകനാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ പത്രോസിന് അധികാരം കൊടുത്തു. ഈശോ ദൈവം തന്നെയാണ് വെളിപ്പെടുത്തിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഈശോ പത്രോസ് നമ്മൾ വഴക്ക് കൂടുന്നത്. ഇവിടെ കാരണം ഈശോ പറയുക, ഞാൻ വളരെ സഹിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന പുരോഹിതന്മാരായ നിയമജ്ഞരായ ഈ സദുക്കായരായാലും ഒക്കെ ഞാൻ തിരസ്കരിക്കപ്പെടാൻ പോകുന്നു, ഞാൻ കുരിശിൽ മരിക്കാൻ പോകുന്നു, എന്നാൽ ഞാൻ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അതെങ്ങനെ സഹിക്കാൻ പറ്റും? ഒരാളോട് കൂടെ പറയാം, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഒരുപാട് സഹനങ്ങൾ വിവാഹ ജീവിതത്തിലുണ്ടാകും. ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പിള്ളേരോടൊന്നും അച്ഛനായി കഴിയുമ്പോൾ ഉണ്ടാകാൻ പീഡനങ്ങളെ കുറിച്ച് പറയാറില്ല. പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അച്ഛനാകാൻ പോവുകയില്ല, അല്ലെ കന്യാസിയാകാൻ പോയാലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് ജീവിതാനുസരണം തിരഞ്ഞെടുത്താലും, പൗരോഹിത്യായാലും വിവാഹ ജീവിതമായാലും അല്ലെങ്കിൽ സന്യാസ ജീവിതമായാലും ഏത് ജീവിതത്തിലും അതിൻ്റെതായ വളരെയേറെ പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ധാരാളം സഹനങ്ങളിലൂടെ നമ്മുടെ ക്രൈസ്തവരിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ രക്തസാക്ഷിയായ ആബേല് നിരപരാധിയായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ അപ്പസ്തലന്മാർ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന് പിന്നാലെ വന്നു. എന്നിട്ട് അവർക്ക് കിട്ടിയതോ എല്ലാവരും തന്നെ രക്തസാക്ഷികളായി. യോഹന്നാൻ മാത്രം സ്വാഭാവിക മരണത്തിൽ വാർദ്ധക്യത്തിലേക്ക് മരിച്ചു. പക്ഷെ അദ്ദേഹത്തെയും രക്തസാക്ഷിയാകുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രതികൂല കാലാവസ്ഥ സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് തെറ്റി. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഈ സഹനത്തിലെ എങ്ങനെ അതിജീവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ
നമുക്കുണ്ടാകുന്ന സഹനം. അത് ബൈബിളിലെ ഏത് കഥാപാത്രത്തെ എടുത്താലും അല്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യം വഹിച്ച ഏത് വിശുദ്ധാത്മാക്കളെ എടുത്താലും ആരും ഈസി ആയിട്ടല്ല വിശുദ്ധരായി തീരുക. രണ്ടാമത് പത്രോസ് ഈശോയെ ശാസിക്കുന്നു എന്ന് പറയുക. കാരണം പത്രോസിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് പറയുക, കർത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. കാരണം അവരെങ്ങനെ സഹിക്കും? ഇവരെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് തങ്ങളെ സ്വതന്ത്രരാക്കി എക്കാലവും ഭരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളിലുമുള്ള ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്ന രക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഞാനിങ്ങനെ സഹിക്കണം, തിരസ്കരിക്കപ്പെടണം, കുരിശുമരണം ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉദ്ധാരണത്തെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റിയത്. അങ്ങനെ തടസ്സം പറയുമ്പോഴാണ് പത്രോസിനോട് നമ്മുടെ ചീത്ത പറയുന്ന പോലെ സാത്താനെ മാറിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇതിനോട് ഇനി സാധാരണ ഒന്നും വിളിച്ചേക്കരുത്, എന്നെ വിളിക്കരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കരുത്. പക്ഷെ അതിന് ഒരു ദൈവശാസ്ത്രപരമായ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പത്രോസിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താനെ ഈശോ കാണുകയാണ്. നമുക്കറിയാം, ആദത്തെ പ്രലോഭിപ്പിച്ചത് ആരാണ്? ആദത്തെ പ്രലോഭിപ്പിച്ചത് പെട്ടെന്ന് പറയും സാത്താനാണ്. സാത്താനല്ല. സാത്താൻ പിന്നിൽ നിന്നുകൊണ്ട് ഹവ്വായെ കൊണ്ട് പറയിപ്പിച്ചു, നീ എന്റെ പ്രാണനല്ലേ, ഞാൻ നിന്റെ അസ്ഥിയുടെ അസ്ഥവും മാംസത്തിന് മാംസമാണെന്ന് പറഞ്ഞു, ഞാൻ കഴിച്ചു, അതായത് കണ്ണുകൾ തുറക്കപ്പെട്ടു, നീ കഴിക്കുക. ആദത്തിനറിയാൻ ദൈവം നേരിട്ട് പറഞ്ഞിരിക്കുന്നത് ആദത്തിനോടാണ്, ഹവ്വായോടല്ല. ആദം പറഞ്ഞാണ് ഹവ്വ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹവ്വായെ പിശാച് പ്രേരിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ധാരാളം സാത്താന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയാകാം, ചിലപ്പോൾ സഹോദരങ്ങളാകാം, ചിലപ്പോൾ സഭാവിരുദ്ധരാകാം, ചിലപ്പോൾ ദൈവത്തോട് വിരോധമുള്ളവരാകാം. അപ്പൊ സാത്താൻ വരുന്നത് സാത്താന്റെ യഥാർത്ഥ വേഷത്തിലല്ല, മറിച്ച് നമ്മളുടെ സ്നേഹിതന്മാരുടെ പോലും നമ്മളെ വഴിതെറ്റിക്കുവാനായിട്ട് കാരണമായി തീരാൻ. അതുകൊണ്ട് ഈശോ പത്രോസിനെ കറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയല്ല, നീ ചിന്തിക്കുന്നത് മനുഷ്യരുടെ രീതിയിലാണ്, നീ ഇനി ചിന്തിക്കേണ്ടത് ദൈവികമായ ചിന്തയിലാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം ചിന്തിക്കുന്നത് മാനുഷികമായ രീതിയിലാണ്. എന്നാൽ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ ചിന്താഗതി മാറണം. നമുക്ക് അത് ദൈവത്തിന്റെ രീതിയിലായി മാറണം. മറ്റുള്ളവരാൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വഴിതെറ്റിക്കപ്പെടാനായിട്ട് ഇടകൊടുക്കരുത്. അതിനുശേഷമാണ് കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്താണെന്ന് ഈശോ പറയുക. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഒന്ന് സ്വയം പരിത്യജിക്കണം. അതാണ് പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എല്ലാം മീൻപിടുത്തക്കാരാണ്. അവരുടെ വല ഉപേക്ഷിച്ചു, അവരുടെ വഞ്ചി ഉപേക്ഷിച്ചു, അവരുടെ വരുമാന മാർഗം കംപ്ലീറ്റ് ഉപേക്ഷിച്ചു. അതിനുശേഷം അവര് ബ്ലാങ്കായിട്ട് ഈശോയുടെ പുറകെ കൂടുകയാണ്. അതാണ് സ്വയം പരിത്യജിക്കുക എന്ന് പറയുക. കൽക്കത്തയിലെ മദർ തെരേസയോ അല്ലെ ഫാദർ ഡീവിയോ ഒക്കെ എന്താണ് ചെയ്തത്? അവരുടെ കംഫർട്ട് സോൺ വിട്ടു, എന്നിട്ട് അവര് കുരിശെടുക്കുവാനായിട്ട് ഇറങ്ങുകയാണ്. കൽക്കത്തയിലെ തെരുവീതിയിലേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ മൊളക്കോ ദ്വീപിലെ കൃഷ്ണരോഗിയുടെ ഇടയിലേക്ക് പോവുകയാണ്. ഇനി ഞാനൊരു കൃഷ്ണരോഗിയാകും, ഞാനിനി ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരികയില്ല. നമ്മൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ചില കുട്ടികളൊക്കെ ഹൈസ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയാതെ അവര് മിഷൻ പ്രവർത്തനത്തിന് പോകാനായിട്ട് സൈനപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവി എന്താണെന്ന് അറിയത്തില്ല, എങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി സ്വയം പരിധിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കുരിശുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം, സഹനം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ കുരിശുമെടുത്ത് ഈശോയെ നമ്മൾ അനുഗമിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയല്ല, വരുമാനിരിക്കുന്ന ലോകത്തിന് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈഗോ നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ കർത്താവിന് വേണ്ടി സഹനം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. കാരണം ഈ ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്വങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ. മൂന്നാമതായിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞാൽ ഐ കമ്മിറ്റ് മൈസെൽഫ് ഫുള്ളി ടു ക്രൈസ്റ്റ്. അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമാകണം, അല്ലാതെ ഞാൻ കേന്ദ്രീകൃതമാകരുത്, സെൽഫ് ആകാൻ പാടില്ല. അതിനുശേഷം ഈശോ പറയുകയാണ്, ഈശോയെ അനുഗമിക്കുന്നവൻ തന്റെ ജീവൻ ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തും. കാരണം ഈ ലോകത്തിലെ സമ്പത്തിന് വേണ്ടിയാണ് ഒരുത്തൻ ജീവിക്കുന്നത് എന്ന് വരികിൽ അവന് വരുവാനിരിക്കുന്ന ലോകത്തിൽ ദൈവരാജ്യം നഷ്ടപ്പെടുകയാണ്. കാരണം സമ്പന്നൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യക്കോളിലൂടെ കടന്നു പോവുകയാണ്. കാരണം സമ്പത്ത് കിട്ടുന്നത് കൊണ്ടല്ല, ആ സമ്പത്ത് തനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അവസ്ഥ കൊണ്ടാണ്. അതേസമയത്ത് എനിക്ക് കിട്ടുന്ന സമ്പത്ത്, എൻ്റെ അധ്വാനം, അതിൻ്റെ കൂടെ കിട്ടുന്ന ലാഭം ഒക്കെ ഞാൻ എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വർഗരാജ്യത്തിൽ സമ്പന്നരാകുന്നത്.
ഭൗതികമായ സമ്പത്ത് മാത്രമല്ല, ചിലരുടെ പലതരത്തിലുള്ള കഴിവുകളുണ്ട്, നമ്മളുടെ സമയമുണ്ട്. ഇതൊക്കെ നമ്മുടെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ ആ വലിയ സൗഭാഗ്യത്തിന് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ധാരാളം ആളുകളെ വിശുദ്ധരാക്കി മാറ്റിയത് ഈ വാചകമാണ്. നമ്മൾ ഈ അമേരിക്കയിലേക്ക് വന്നതിന് വേണ്ടിയാണ്, നാട്ടിൽ നിന്ന് വളരെ പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരായി ജീവിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി ജീവിക്കാൻ വേണ്ടിയാണ്. ഭൗതികമായ വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ഒരു പട്ടിണിയും അറിയില്ല. അവരുടെ കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കാറിൽ, നല്ല ഒന്നാന്തരം വീടുകളിൽ അവർ താമസിക്കുന്നു, നല്ല ആഹാരം കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം, പല കുഞ്ഞുങ്ങൾക്കും ധാർമ്മികതയില്ല, വിശ്വാസവും ഇല്ല, അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൗതികമായ നേട്ടങ്ങളെല്ലാം നേടിക്കൊടുത്താൽ എന്ത് പ്രയോജനം? അതാണ് ഈശോ ചോദിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ അവർ എത്തുമോ? നമ്മുടെ ചിലപ്പോൾ സ്വർഗരാജ്യത്തിൽ എത്തുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ മക്കള് സ്വർഗരാജ്യത്തിൽ എത്തുമോ? അതാണ് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് മക്കളെ ആ വഴിയിലൂടെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോക പ്രശസ്തരായ പല ആളുകളെ നമുക്ക് എടുത്തു നോക്കാം. ഉദാഹരണമായിട്ട് സോളമൻ രാജാവാണ് ക്രിസ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളതിൽ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ. കാരണം അദ്ദേഹം തന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ദൈവം അദ്ദേഹത്തിന് വിവേകം കൊടുത്തു, വിഷ്ണം കൊടുത്തു. അത്രയും ജ്ഞാനിയായ വ്യക്തി. അന്ന് ദാവീദ് രാജാവ് തന്നെ സമാഹരിച്ചിരിക്കുന്ന ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം തന്റെ പിതാവിന് ലഭിക്കാത്ത ഒരു കൃപയാണ് യെരൂശലേം ദേവാലയം അതിമനോഹരമായി പണിതു. വലിയൊരു രാജകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. ധാരാളം സഹിമാര് ജീവിത പങ്കാളികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിയുകയാണ്, വളരെ ആർഭാടമായിട്ട്. പക്ഷെ അവസാനം ദൈവത്തിന്റെ കോപത്തിന് ഇരയായി. അദ്ദേഹത്തിന് ശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. കാരണം എന്താണ്? വിജാതീയ സ്ത്രീകളെ അല്ലെ അയൽരാജ്യത്തിൽ നിന്ന് വിവാഹത്തിൽ കഴിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ വിഗ്രഹാരാധനയിൽ അവർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിതു കൊടുക്കുകയും അവരുടെ പ്രേരണ കൊണ്ട് ഹവ്വ എങ്ങനെ അതൊക്കെ പ്രേരിപ്പിച്ചോ അതുപോലെ വിജാതീയരായ ആ സ്ത്രീകളെ പ്രേരിപ്പിച്ചതനുസരിച്ച് വിഗ്രഹാരാധന നടത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം എല്ലാം നേടി. പക്ഷെ അവസാനം ഓരോന്നും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നമുക്കറിയാം. ഗ്രീക്ക് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. പക്ഷെ 30ാമത്തെ വയസ്സിൽ അസുഖം പിടിച്ച് മരിച്ചുപോയി. ലോകം മുഴുവൻ നേടി. എന്താണ് ഉണ്ടായത്? അതുകൊണ്ട് തന്നെ ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ഈ ആധുനിക കാലഘട്ടത്തിലെ പല ആളുകൾ, ഞാൻ അവരെ പറ്റി പേര് പറയുന്നില്ല, പക്ഷെ നമുക്കറിയാം എന്തുമാത്രം സമ്പത്തും സൗകര്യങ്ങളും അല്ലെങ്കിൽ വലിയ പ്രതാപം എല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ആണ് ഈശോ പറഞ്ഞത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു അമൂല്യ നിധിയാണ്. ഒരു പറമ്പില് ഒളിച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധി. അത് കണ്ടെടുക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ബാക്കി എല്ലാം വിറ്റിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കും. അല്ലെങ്കിൽ ഒരു അമൂല്യമായ രക്തം കണ്ടെത്തുമ്പോൾ അവന് ബാക്കി എല്ലാം വിറ്റിട്ട് ആ അമൂല്യമായ രക്തം മേടിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവരാജ്യമാണ്, നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന സഭയാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായ നിധി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. വേലപാടമില്ലാത്തപ്പോൾ പള്ളിയിൽ പിള്ളേരെ കൊണ്ടുവരികയാണ്. അപ്പൊ ആരാണ് അതിന്റെ ഉത്തരവാദി? ഈ മാതാപിതാക്കന്മാർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പിന്നെ ലഭിക്കും? പിള്ളേരൊക്കെ കോളേജിൽ പോയി കഴിഞ്ഞാൽ പള്ളിയിലോട്ട് വരിക. കാരണം അങ്ങനെയാണ് വളർത്തിയത്. എന്നാൽ നമ്മുടെ മാതാപിതാക്കന്മാർ വളർത്തിയത് അങ്ങനെയല്ല. നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളത് ഹാബിറ്റാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഈ സ്വർഗരാജ്യമാകുന്ന ആ നിത്യവിരുന്നിലേക്ക് നമുക്ക് പങ്കുകാരാകണമെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പോരാ. അവസാനമായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതി നിങ്ങൾ ലജ്ജിക്കുകയാണ് എങ്കിൽ മനുഷ്യപുത്രൻ തന്റെ സർവ്വപ്രതാപത്തോടുകൂടി മാലാഖമാരോടുകൂടി ആഗതനാകുമ്പോൾ ഞാൻ നിങ്ങളെ പ്രതിയും ലജ്ജിക്കും. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ത്യജിക്കുകയാണ് എങ്കിൽ ഞാൻ അവസാനം അന്ത്യവിധി നാളിൽ പ്രതാപത്തോടുകൂടി മാലാഖമാരോടുകൂടി വരുമ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി അഭിമാനിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും ഇരിക്കുക? എന്റെ വലതുഭാഗത്തായിരിക്കും. നേരെ അതുകൊണ്ട് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മുടെ കർത്താവിന്റെ ആഗമനം ഉണ്ടാകുമ്പോൾ അല്ലെ നമ്മളിന്ന് മരിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വലതുഭാഗത്തിനാണോ ഇടതുഭാഗത്തിരിക്കാനാണോ യോഗ്യരാകുന്നത്? അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വലതുഭാഗത്താണോ ഇടതുഭാഗത്താണോ ഇരിക്കുക? നിങ്ങൾ സ്വർഗത്തിൽ ഇരുന്നിട്ട് മക്കൾ നരകത്തിൽ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കുമോ? അതുകൊണ്ട് ഈ ജ്ഞാനമൊക്കെ കൂടിയ അവസരത്തിൽ നമുക്കൊന്ന് സ്വയം ആത്മശോധന ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ഭൗതികമായ വിദ്യാഭ്യാസവും സമ്പത്തും ജീവിത
ജീവിത സൗകര്യങ്ങൾ മാത്രം കൊടുത്ത് വേദന അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് അറിവില്ലാതെ, അതുപോലെ തന്നെ രക്ഷാകര പദ്ധതിയെ കുറിച്ച് അറിവില്ലാതെയാണോ വളർത്തുന്നത് എന്ന് നമുക്ക് സ്വയം ആത്മവിശ്വാസം ചെയ്യാം.